പ്രിയമുള്ളവരെ നമസ്കാരം. മൊമെൻറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആക്റ്റീവായിട്ടുള്ള ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്ന, ഉപയോഗിക്കുന്ന, അതുപയോഗിച്ച് കൃത്യമായ രീതിയിൽ പണം ഉണ്ടാക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് മൊമെൻറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ മൊമെൻറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി? എങ്ങനെയാണ് ഈ മൊമെൻറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി നമുക്ക് ഉപയോഗപ്പെടുന്നത്? അതേപോലെ തന്നെ എപ്പോഴാണ് ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിയിൽ നമ്മൾ എൻട്രി ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ എക്സിറ്റ് ആവേണ്ടത്, എന്തൊക്കെ റിസ്കുകൾ ഈ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകാം എന്നുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സമ്പാദ്യവും നിക്ഷേപവും വ്യത്യസ്ത ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികളും വിവിധ സ്ട്രാറ്റജികളും ആണ് ഞാൻ ഈ ചാനലിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എന്താണ് മൊമെൻറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി? വേഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കിൽ ബൈ നടത്തുക, ആ ഉയർച്ച അവസാനിക്കുന്ന ഘട്ടമാവുമ്പോൾ അതിൽ നിന്നും എക്സിറ്റ് ആവുക. അത് ഒരുപക്ഷെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ചില ഡിമാൻഡുകൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഒരുപാട് ബൈ ചെയ്യുന്ന ആളുകൾ വരികയും ആ സ്റ്റോക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ട്രെൻഡ് ഉണ്ടാവാറുണ്ട്. അത്തരം സാഹചര്യങ്ങളെ ഏറ്റവും വിദഗ്ധമായിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് മൊമെൻറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. ഒന്ന് പ്രൈസ് മൂവ്മെൻ്റ് ആണ്, മറ്റൊന്ന് മാർക്കറ്റിലെ ട്രെൻഡാണ്, അതുപോലെ തന്നെ മൂന്നാമതായിട്ട് പറയാൻ പറ്റുന്നത് ഹൈ വോളിയം ഓഫ് ട്രേഡിംഗ് അതിൽ നടക്കുമ്പോഴാണ്. ഇങ്ങനെ 3 കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഈ മൊമെൻറ്റം ഉണ്ടാകുന്നത് ഓരോ സ്റ്റോക്കിലും. ആ സമയങ്ങളിൽ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് മൊമെൻറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് മൊമെൻറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി പവർഫുള്ളാണ്? ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ഒരു കൃത്യമായിട്ടുള്ള എൻട്രിയിലൂടെ നമുക്ക് നല്ലൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതെപ്പോഴും നമ്മൾ ചെയ്യുന്നത് ലോങ് ടൈമിലേക്കല്ല, മറിച്ച് ഷോർട്ട് ടൈം ടു മിഡ് ടൈം ആണ്. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, ഒരു പ്രത്യേക സീസണിൽ, ഒരു പ്രത്യേക സെക്ടറിലുണ്ടാകുന്ന ഒരു മൂവ്മെൻറ്റ്, ഒരു വോളിയം ഓഫ് ഡിമാൻഡ് കൂടുന്നൊരവസ്ഥ, ഈ അവസ്ഥയെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈമിൽ നമുക്കൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊരു പവർഫുൾ സ്ട്രാറ്റജിയാണ് എന്ന് പറയുന്നത്. എപ്രകാരം നമുക്കൊരു മൊമെൻറ്റം സ്റ്റോക്കിനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ്. ഇതിലൊന്നാമത്തത് ഇതിൻ്റെ ഒരു അപ് ട്രെൻഡ് നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള ഒരു അപ് ട്രെൻഡുള്ള ഒരു സെക്ടറാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു സ്റ്റോക്കാണെങ്കിൽ അത് നമ്മൾ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് പ്രത്യേക സ്റ്റോക്കിൽ നിരന്തരമായിട്ടൊരു ഹൈ വോളിയം ഓഫ് ട്രേഡിംഗ് നടക്കുന്നൊരവസ്ഥ, കുറേ ആളുകൾ പർച്ചേസ് ചെയ്യുന്നൊരവസ്ഥ, അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നമ്മൾ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഹൈ വോളിയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ നോക്കുന്ന സ്റ്റോക്കിന് എല്ലാത്തിനും ഒരു ബ്രേക്കൗട്ട് ഏരിയ ഉണ്ടാകും. ആ ബ്രേക്കൗട്ട് ലെവലിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന സ്റ്റോക്ക് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അതിലൂടെ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. മാർക്കറ്റിലെ പോസിറ്റീവ് ന്യൂസുകളും മാർക്കറ്റിലെ സെൻറ്റിമെൻറ്റ്സുകളും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചൊരു ബഡ്ജറ്റൊക്കെ വരുമ്പോൾ ഒരു റെയിൽവേ സെക്ടറിനൊരു പുതിയൊരു ഓഫർ പ്രഖ്യാപിക്കുന്നൊരവസ്ഥ വരികയാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് റെയിൽവേ സെക്ടറിലുള്ള സ്റ്റോക്കുകൾക്കൊക്കെ നല്ലൊരു മൂവ്മെൻറ്റ്, അതല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു ഡിഫൻസ് മേഖലയിൽ ഒരു ഇത്ര രൂപ മാറ്റിവെക്കുമ്പോൾ, അതല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള പുതിയ ടെക്നോളജികളിൽ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ഇത്തരം പദ്ധതികളൊക്കെ അനൗൺസ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ആ സെക്ടറിലുള്ള മേഖലയിലൊക്കെ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കുറച്ച് നാളത്തേക്ക്, ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കൊക്കെ നീണ്ടു നിൽക്കുകയും ചെയ്യാം. അത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ ആ ട്രെൻഡിനനുസരിച്ച് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെയും നമുക്ക് ഈ മൊമെൻറ്റം സ്റ്റോക്കിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ഒരു മൊമെൻറ്റം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു കൃത്യമായ സ്ട്രാറ്റജി നമ്മൾ കൊണ്ടുവരേണ്ടത്? എന്ത് സ്ട്രാറ്റജി ആയിരിക്കണം ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ എടുക്കേണ്ടത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൃത്യമായിട്ടുള്ള ട്രെൻഡിങ് ഉള്ള സ്റ്റോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അത് സെക്ടറാവാം, സ്റ്റോക്കുകളാവാം, എങ്ങനെയാണോ അത്തരത്തിലുള്ള ട്രെൻഡിങ് സ്റ്റോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്.
രണ്ടാമത്തത് ഇതിൻ്റെ എൻട്രി കറക്റ്റ് സമയത്താവാൻ ശ്രമിക്കുക. അത് ബ്രേക്കൗട്ട് ടൈമിലോ റിട്രേസ്മെൻറ്റ് ടൈമിലോ ഒക്കെ ആവാൻ ശ്രമിക്കുക. അപ്പോൾ അത്തരം എൻട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് സ്റ്റോപ്പ് ലോസ് ഇതിൽ നിർബന്ധമാണ്. കാരണം ചില മൊമെൻറ്റം എല്ലാ പഠനങ്ങളും ശരിയാവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു മൊമെൻറ്റം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും എന്നിട്ട് അതിൽ ഒരു നിശ്ചിത കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ റിസൾട്ട് തരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെപ്പോഴും സ്റ്റോപ്പ് ലോസ് ഒരു ഇത്ര ശതമാനത്തിൻ്റെ താഴേക്ക് എൻ്റെ സ്റ്റോക്ക് താഴേക്ക് പോയാൽ അത് ഓട്ടോമാറ്റിക്കലി സെല്ല് ചെയ്ത് പോകണം. ഈ ഒരു പ്രൈസിൽ എത്തിക്കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജിൻ്റെ താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ സെല്ലായി പോകണം എന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് ലോസ് എപ്പോഴും വെക്കാൻ ശ്രമിക്കുക. അത് മൂന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ട്രെൻഡ് അപ്പിലാണെങ്കിൽ അത് നമ്മുടെ സ്റ്റോക്ക് അതല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് റൈഡ് ചെയ്ത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാം. ഇനി ട്രെൻഡ് ഡൗൺ ആവുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് എക്സിറ്റ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു ഇമോഷണൽ ബോണ്ടിങ് ഒന്നും അവിടെ നമ്മൾ ഒരിക്കലും ബിൽഡ് ചെയ്യാൻ പാടില്ല. ആ ട്രെൻഡ് മോശമാവുന്ന സമയത്ത് അതിൽ നിന്ന് എക്സിറ്റ് ആവുക എന്നുള്ളത് തന്നെയാണ്. ഇനി അവസാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഒരിക്കലും ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് അല്ല ഈ മൊമെൻറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈമിലേക്കോ ഒരു മിഡ് ടൈമിലേക്കോ ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് മാത്രമായി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പുറകിൽ പോവുക. പിന്നെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും ചിലപ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും റെക്കമെൻഡബിൾ അല്ല എന്നുള്ളതാണ് അഞ്ചാമതായിട്ട് നിങ്ങൾ ആ വിഷയത്തിലെടുക്കേണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് മൊമെൻറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇത് ആർക്കൊക്കെ പറ്റുമെന്നുള്ളതാണ്, ആർക്കാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ്. കൃത്യമായിട്ടും മാർക്കറ്റിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇത്തരം സ്ട്രാറ്റജികൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജികൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊണ്ടുവരേണ്ടത്. മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്നവരായിരിക്കണം, മാർക്കറ്റിനെക്കുറിച്ച് നല്ല വ്യക്തമായ നോളജുള്ള ആളായിരിക്കണം, കൃത്യമായിട്ട് അതിൻ്റെ ബ്രേക്കൗട്ടും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ടെക്നിക്കൽ അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ പറ്റുന്ന ഒരാളായിരിക്കണം. മാർക്കറ്റിൽ ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളെക്കുറിച്ചൊരു ധാരണയുള്ള ഒരാളായിരിക്കണം ഈ മൊമെൻറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് ലെവലിലേക്ക് വരേണ്ടത്. അല്ലാതെ തീരെ പുതിയ ഒരാളോ തുടക്കക്കാരായിട്ടുള്ള വ്യക്തികളോ അതല്ല മാർക്കറ്റിൽ കൂടുതൽ പരിചയങ്ങളില്ലാത്ത വ്യക്തികളോ സ്റ്റോക്കിനെക്കുറിച്ച് ടെക്നിക്കലി കൂടുതൽ പഠിക്കാത്ത ആളുകളൊന്നും ഒരിക്കലും ഈ മൊമെൻറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിലേക്ക് കടന്നു വരരുത്. കാരണം ഇത് പ്യുവർലി കൃത്യമായിട്ട് വാച്ച് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി ചെയ്തു പോകേണ്ട ഒരു സ്ട്രാറ്റജിയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നാം മനസ്സിലാക്കിയത് മൊമെൻറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയെക്കുറിച്ചാണ്. എപ്രകാരമാണ് മൊമെൻറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി നമ്മുടെ വെൽത്ത് ക്രിയേഷനിൽ എത്രമാത്രം റോളുണ്ട് എന്നും അത് എത്തരത്തിലുള്ള ആളുകളാണ് ഉപയോഗിക്കേണ്ടതും അതെങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതും അതിലൂടെ എങ്ങനെയാണ് അതിലൂടെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടതുമാണ് എന്നതുമാണ് നമ്മളിന്ന് പഠിച്ചത്. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച കാണുന്നതാണ്. നന്ദി, നമസ്കാരം.